ഒന്നും നോക്കണ്ട, അവൾക്ക് വേറെ ലൈൻ സെറ്റായി. നിനക്കിതെന്താണ് മനസ്സിലാവാത്തത്? വിഡ്ഢിയാണാ നീ? ഞാനിന്ന് നിന്നപ്പോൾ അവൾ ഒരുത്തനാണ് കൊണ്ടുവന്നാക്കിയത്. ചെറുപ്പക്കാരനാണോ? വലിയ പ്രായമൊന്നുമില്ല. ആ, അപ്പോൾ ഉറപ്പായി ലൈൻ തന്നെ. അങ്ങനെ പറയില്ലടാ ജിസ്വിനെ. നീ എന്തിനീ കിടന്ന് മോങ്ങണേന്ന്? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ 2 ബിയർ അടിച്ചിട്ടുണ്ട്. തലക്ക് പ്രാന്ത് വന്നിട്ട് പാടില്ല. അവളുടെ കാര്യം ഞാനൊരു സാധ്യത പറഞ്ഞാണ്. ഒന്നാമത് ഈ 2 സ്ഥലത്തുള്ള പ്രേമൊക്കെ വർക്കാവാൻ കുറച്ച് പാടാണ്. അത്രയും സ്നേഹമാണെങ്കിലേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ സക്സസ് ആവുള്ളൂ. മനസ്സിലായ? കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുടയാണോടാ ലോങ് ഡിസ്റ്റൻസ്? അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതേ പ്രശ്നം എനിക്ക് പണ്ട് വന്നപ്പോഴാണ് ഞാൻ ഫാത്തിമയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തിരുന്നു നിൻ്റെ അടുത്ത് ചോദിച്ചത്. എടാ, എന്തെങ്കിലും ഉടായിപ്പണെങ്കിൽ നമുക്ക് അവളെ ചാറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആടെന്താ അവസ്ഥ? ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. എടാ തെണ്ടി, ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഫിഷിങ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? എടാ, എനിക്കും അറിയാൻ പാടില്ല ഈ പരിപാടി. ഞാൻ ചെയ്ത് പഠിക്കുന്നുള്ളൂ. ആ, നടന്ന എന്നോട് പറയണം, മനസ്സിലായ? ആ, പറയാ. അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. ആ ശരി, വെച്ചോ. അവിടെ പിന്നെ നമ്മുടെ പിള്ളേരെ കൂടി മറ്റേ ശ്രുതിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിടുന്നിട്ടല്ലോ. നിന്നെ വിളിച്ചില്ലേ? എന്നൊന്നും വിളിച്ചിട്ടില്ല. നിന്നെ ഞാൻ കിട്ടുമ്പോൾ വിളിക്കാം. വിളിച്ചിട്ടില്ല പിന്നെ അല്ലാതെ അവിടെ പാസ്വേഡ് ചുമ്മാ ശില്പ 1 2 3 അടിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത്. നിന്റെ തന്തയോട് പോയി ചോദിക്കണം. രാത്രി 1:30 മെസ്സേജ് അയച്ചത് ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾക്കില്ലേ ഇതിനേക്കാൾ വലുതനുഭവിച്ചിട്ട് മോൻ? അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് കണ്ട് എല്ലാം ഒന്ന് ഡീൽ ചെയ്ത് തരണം. കാര്യങ്ങളെല്ലാം മാതാവിനെ ഏൽപ്പിച്ച് ഞാനങ്ങ് കയറുക കേട്ടോ. പ്ലീസ് സേവ് മീ. കൊട്ടേഷൻ എപ്പോൾ കിട്ടും? അവരോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കിട്ടുമായിരിക്കും. ഓക്കെ ഓക്കെ. എന്താണ് ഈ ഡസ്റ്ററിനുള്ളിൽ നിന്നൊരു USB കേബിൾ? ഇത് ഡസ്റ്റർ അല്ല, ഇതാണ് എൻ്റർ ബട്ടൺ ബില്ലോ. നീ ഇതുകൊണ്ടോ നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ നോക്ക്. ആരോ സ്പെഷ്യലായിട്ട് തന്ന ഗിഫ്റ്റാന്ന് തോന്നുന്നു. നീ നിന്റെ കാര്യം നോക്കി പോയ ജെൽസേ. ഇതെന്താണ് പതിവില്ലാതെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്? എന്തോ നാണക്കേട് മറക്കാനുണ്ടെന്ന് തോന്നുന്നു.
ശില്പ ഇന്നലെ ആ അത് എനിക്ക് 2 ദിവസം സമയം വേണം. എന്തിന്? അല്ലെങ്കിൽ ഐ ടിയുടെ ഫിക്സഡ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞതല്ലേ, അത് ജിൽസ് ഫയലാക്കുന്നുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഒന്ന് അയച്ചു തരും. അപ്പം തെറിയില്ല, കുറി. നമുക്ക് പുതിയ കുറി ഉണ്ടോയെന്ന് വെച്ചിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് 2 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമില്ല. അയ്യോ ശില്പ, കരയല്ലേ ശില്പ? ശില്പ കരയല്ലേ? ശില്പ, എനിക്കറിയാമല്ലോ താനങ്ങനെ ചെയ്യില്ലെന്ന്, അതുകൊണ്ടാണല്ലോ ഞാൻ വന്ന് ചോദിച്ചത്. എന്നാൽ ആരായിരിക്കുന്ന തോന്നുന്നത് ശില്പയ്ക്ക്? ഓ ഓക്കെ ഓക്കെ, റിലാക്സ് ആയിരിക്കും, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ ചേട്ടാ. അവളെ വിളിക്കണ്ടല്ലോ. നീ ഫോൺ എടുക്ക്, എന്നിട്ട് സോറി പറ. ഹലോ വിഷ്ണു, നിനക്കെൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? എടി ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പൊ നീ ആണല്ലോ ഇൻസ്റ്റയിൽ കയറിയത്? ഹലോ ഹലോ, ഞാൻ എന്റെ ഇൻസ്റ്റ പാസ്വേഡ് എന്നോട് പറഞ്ഞിട്ടില്ല എപ്പോഴോ, അത് വെച്ചല്ലേ നീ കയറിയത്? എടി അത് ഇന്നലത്തെ ഫ്രസ്ട്രേഷനിൽ അറിയാതെ ബിയറൊക്കെ അടിച്ചിരിക്കും. അത് നീ ആവുന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയല്ല വിഷ്ണു ഞാൻ നിന്നെ വിളിച്ചത്. സന്തോഷം എന്തായാലും. ഇനി മേലാൽ എന്നെ വിളിക്കരുത് വിഷ്ണു, ഒരിക്കലും. ശില്പ സോറി പ്ലീസ്. അറി ഭൂലോക വൃത്തിയോടനുസരിച്ചിട്ട് സോറി. അവളിനി വിളിക്കണ്ടെന്നൊക്കെയാണ് പറയണ കേട്ടാ. എൻ്റെ അമ്മോ, നീ അവളുടെ ഇൻസ്റ്റയിൽ കയറി നോക്കിയാണ് അവൾ ഇത്രയും ഷോടുന്നത്. അവളെ വർത്താനം കേട്ടതോ നീ അവൾ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു തന്നു? അനീഷേട്ടാ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചു. നീ തെറിയൊന്നല്ല അയച്ചത് ചേട്ടാ, അത് പിന്നെ ആണോ? താൻ തൻ്റെ എളി നിർത്ത്. എനിക്കറിയായിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു. തന്നോട് പറയുമ്പോൾ എന്നെ പറഞ്ഞാൽ മതില്ല. സോറി, ചിരിച്ചു പോയതാണ്, ബാക്കി പറ. ബാക്കി എന്തുട്ടാ, അവളൊന്നല്ല എന്നെ തെറി വിളിച്ചത്, അവളുടെ അക്കൗണ്ടിൽ കയറി വരാനുണ്ടാ. അവക്കെന്തായാലും എന്നോടൊരു സെന്റിമെന്റ്സ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, നിങ്ങൾ ഈ ഫിനാൻസാർക്ക് മനുഷ്യപ്പറ്റില്ല കേട്ടാ. എടോ 30 വയസ്സായി, വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങി. അതിനവളുടെ ആ തന്തപ്പിടി സമ്മതിക്കോ? അയാളെ അമ്മയ്ക്കേണ്ട എന്താ? അയാൾ ഈ പെട്ടിക്കട ചെയർമാനാണെങ്കിലേ ഞാൻ സി ആണ്, ചാർട്ടഡ് അക്കൗണ്ടന്റ്. പറവൂരിൽ നിന്നുള്ള നല്ല അന്തസ് തറവാടിനെ മോൾക്ക് കെട്ടിച്ചു കൊടുത്താൽ എന്തി പുളിക്കൂ? വരുത്തന്മാരാണ്, കാശേ ഉള്ളൂ, സ്റ്റാൻഡേർഡില്ല. ഇനി അവളുടെ മനസ്സിൽ വേറെ വല്ലവരും ഉണ്ടാ? എന്താ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. പേടിപ്പിക്കല്ലേ? ഓരോ ദിവസം നല്ലത് മാത്രം സംഭവിക്കുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫിനാൻസുകാർ ജീവിച്ചു പോണേ. എന്നാൽ ഞങ്ങൾ IT-കാരങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ? പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ഗുഡ്. അതാണ് ഞങ്ങളുടെ ഫിലോസഫി. ഡോ, അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിൽ തനിക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. ഇപ്പോൾ അവളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ആരോ തെറി വിളിച്ചു. അതിൻ്റെ അർത്ഥം അവളുടെ പാസ്വേഡ് അറിയണ ആരോ ഉണ്ടെന്നല്ലേ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ? അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. എന്നാ നോക്കിക്കോ, ഇനി അവൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കും.